ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നാടൻ കളികളുണ്ട്. അതായത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കണ്ടുവരുന്ന എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കളിച്ചിട്ടുള്ള, ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയണമെന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പഴയ നമ്മുടെ നാടൻ കളികളൊന്നും ഒരിക്കലും പരിചയമില്ല. കാരണം എല്ലാവരും മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ പുറകിലാണ്, ടി വിയുടെയൊക്കെ പുറകിലാണ്. അതുകൊണ്ട് തന്നെ പഴയ കളികളൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു കളിയാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലായിരിക്കും ഓരോ നാട്ടിലും ഈ കളിക്ക് പേര്. എൻ്റെ നാട്ടിൽ ഇതിനെ മൂട്ടകളി അല്ലെങ്കിൽ മൂട്ടയുറപ്പിക്കൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ നിയമങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു കളം വരയ്ക്കും. അതിൽ നമ്മൾ സാറ്റ് കളിക്കുന്ന പോലെ ഒരാൾ ഔട്ടാവും. ആ വ്യക്തി ഇതിനകത്തിരിക്കും. അതായത് മൂട്ട എന്ന് പറയും. ആ അകത്തിരിക്കുന്ന ആൾ മൂട്ടയായിട്ട് സങ്കല്പിക്കും. അതിനുശേഷം എല്ലാ മെമ്പേഴ്സും വന്ന് മൂട്ടയുടെ തലയിൽ കൈവച്ച്, അതായത് റൗണ്ടിനകത്തിരിക്കുന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ച് മൂട്ടയെ ഉറപ്പിച്ചതിന് ശേഷം പുറകിലോട്ട് മാറും. അതിനൊരു ബാക്കി എല്ലാ മെമ്പേഴ്സും ഈ മൂട്ടയെ ആക്രമിക്കാൻ വരും. അപ്പോൾ അതിനെ തടയാനായിട്ട് ഒരു ആട്ടി ഉണ്ടാവും. ഈ കളത്തിലകത്തിരിക്കുന്ന, അതായത് മൂട്ടയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് തീരുമാനിക്കാം ഇവരിൽ ആരെയാണ് ആട്ടിയായിട്ട് വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ആക്രമിക്കാൻ വരുന്ന മറ്റുള്ളവരിൽ നിന്നും ഈ മൂട്ടയെ തല്ലുകൊള്ളാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആട്ടിയുടെ ജോലി. അപ്പോൾ ആട്ടിക്ക് ആരെ വേണമെങ്കിലും, പുറത്തു നിന്ന് ആരെ വേണമെങ്കിലും പോയി തൊടാവുന്നതാണ്. തൊടുന്നതിനോടൊപ്പം തന്നെ മൂട്ടയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് തല്ലുകൊള്ളാതെ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ ആട്ടി പോയിട്ട് ആരെങ്കിലും തൊടുന്ന സമയത്ത് ഈ മൂട്ടയായിട്ടിരിക്കുന്ന വ്യക്തി ആ റൗണ്ടിന് വെളിയിൽ ചാടുകയാണെങ്കിൽ ആ തൊട്ട വ്യക്തിയായിരിക്കും പിന്നെ മൂട്ടയായിട്ടിരിക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ കളിൻ്റെ നിയമം. അതുപോലെ തന്നെ ഇപ്പോൾ മൂട്ടയായിട്ടിരുന്ന വ്യക്തിക്ക് ഒരുപാട് തല്ലുകൊള്ളുന്നു, ആട്ടി ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ മൂട്ടയ്ക്ക് വേറെ ആരെങ്കിലും ആട്ടിയായിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും പറയുന്നു, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ കളിക്ക് പറയുന്ന പേരെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കളി കാണാം. ഞാനും ഈ കുട്ടീസിനോടൊപ്പം ഞാനും കൂടുന്നുണ്ട്. ഇത് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, നമുക്ക് കളി കാണാം. മണ്ണി കളിക്കണ്ട, അവിടെ പോയി കളിക്ക്. അവിടെ വെച്ച് അല്ലേ, അവിടെ വെച്ച് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വേനലവധി നമ്മുടെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ നാട്ടിലുള്ള എല്ലാ കുട്ടികളുമായിട്ട് ഒന്നിച്ച് കൂടും. വിരുന്ന് പോയാലും എല്ലാവരുമായിട്ട് കൂടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് നാടൻ കളികളുണ്ട്. അതെല്ലാം കളിക്കും. രാവിലെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ചു എന്ന് വരുത്തി വീട്ടുകാരെ ബോധിപ്പിച്ചിങ്ങോട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഇതുപോലെ ഒരുപാട് കളികളാണ്. കളിച്ച് ഒരുപാട് നേരം വൈകിട്ടൊക്കെ ആവും വീടെത്തുക. അതൊക്കെ ഒരു രസമായിരുന്നു. ഒരുപാട് കളികൾ. ഇന്നൊന്നും അതൊന്നും ഇല്ല. അന്ന് മൊത്തം മൊബൈൽ തന്നെയാണ് ഫുള്ള്. പലതരം ഗെയിമുകൾ മൊബൈലുണ്ടെങ്കിലും ഇതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിച്ചിരുന്ന ആ കളിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും എല്ലാം കൊണ്ടും, ആരോഗ്യത്തിനും എല്ലാം കൊണ്ടും നല്ലതാണ്. കാരണം ഇന്ന് ഓട്ടവും ചാട്ടവും കാര്യങ്ങളൊന്നും ഇന്നില്ല. ഇന്ന് മൊത്തം ഒരു റൂമിൻ്റെ ഉള്ളിൽ മൊബൈൽ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അന്നങ്ങനെയല്ല, ഓടിച്ചാടി എല്ലാം കഴിഞ്ഞ് ശരീരത്തിനൊരു വ്യായാമമാണ്.
എന്തൊക്കെ പറഞ്ഞാലും ആ പഴയ കളികളുടെ രസമൊന്നും ഇന്നില്ല, എവിടെയും കാണാനില്ല. ഒരുപാട് കളികൾ ഇന്നൊന്നും ഒരു കളിയും കാണാറില്ല. അപ്പോൾ ഇത് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. കൂടെ ആൾക്കാർ കയറി വരില്ലയോ? ഞാൻ കുട്ടിയാണ് മാറ്റി ഞാൻ പെടാം. ഉറപ്പിക്കാനേ പറയുന്നത് കൊല്ലാറില്ല. മതി പക്ക പക്ക വിജയം അടിക്കുക, കുറേ നേരം അങ്ങനെ അടിക്കും, എന്നിട്ട് പിന്നെ അവൻ ഇരുന്നിട്ട് കൊടുത്തു. ശരി ശരി ആരാന്ന് പറഞ്ഞു അങ്ങനെ തലണ്ടാ വേണിക്കും അവളെ കളിക്കാൻ അങ്ങോട്ട് അഡീഷണൽ അത് കൊടുത്തോ. ലോങ്ങിപ്പോ അയ്യോ കുഴപ്പമില്ല.
ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കളി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് വെക്കണം. എന്നാലേ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബായ്.